ഉമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വീറ്റ് ബർഗർ ബണ്ണാണ്. ഇതേപോലെ സോഫ്റ്റ് ആൻഡ് പ്ലഫി വീറ്റ് ബർഗർ ബണ്ണ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 ടേബിൾ സ്പൂൺ വെണ്ണ. ഇതെല്ലാം ചേർത്ത് ഇളം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ച് വെച്ചാൽ മതി. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളുടെ കുട്ടിക്കാലത്തൊന്നും ഈ ബർഗറൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ തന്നെയാണല്ലോ ഇഷ്ടം. അവരുമായിട്ട് ഹോട്ടലിൽ പോകുമ്പോൾ അവരാദ്യം ചോദിക്കുന്നത് ബർഗർ, അതുപോലെ തന്നെ സാൻഡ്വിച്ച്, നൂഡിൽസ്, അങ്ങനെയൊക്കെയാണ് അവർ കുട്ടികൾ പറയുന്നത്. നമ്മളുടെ കുട്ടിക്കാലത്തൊന്നും നമ്മളിത് കണ്ടിട്ടുമില്ല, നമ്മളിത് കഴിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ മാവൊക്കെ ഇതേപോലെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്ത് കൈ കൊണ്ടൊന്ന് പരത്തി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ബർഗർ രൂപത്തിലാക്കുക. ഇതൊരു അത്ര സമയമൊന്നും എടുക്കില്ല. ഇതിൽ നമ്മൾ എണ്ണയോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ വെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഇത് ഈ ഉരുളകളാക്കി നമ്മളിതിനെ ബേക്കിംഗ് ഷീറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് അരമണിക്കൂർ വീണ്ടും വെക്കേണ്ടതുണ്ട്. എങ്കിലേ ഒന്ന് പൊങ്ങി നല്ല പ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല. ഫില്ലിങ് നമ്മളുടെ ഇഷ്ടമുള്ള പച്ചക്കറികൾ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് എല്ലാം എടുത്ത് ഇതിൻ്റെ ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി വെക്കാം. ഇതിനെ 180-ൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ പാത്രത്തിൽ, നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രത്തിൽ, ഗ്യാസിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോയിൽ ബിസ്ക്കറ്റ് പാത്രത്തിൽ എങ്ങനെ ബേക്ക് ചെയ്യുന്നതുണ്ട്. അതേ രീതിയിൽ തന്നെ ഇതുപോലെ നമുക്ക് പാത്രത്തിലും ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, പെട്ടെന്ന് പറ്റും. നമ്മൾ ചപ്പാത്തിക്ക് പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയം തന്നെ ഇതിനും വേണ്ടിയുള്ളൂ. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാത്രമേ വെക്കുള്ളൂ. നമ്മളുടെ ബർഗർ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കാം. ഇത് നമ്മൾ ഇതൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും പിന്നെ നമ്മൾ ഉണ്ടാക്കും, അത് ഉറപ്പാണ്. ഇവിടെ സൺഡേ എല്ലാ ഞായറാഴ്ചകളിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സമാധാനത്തിലിരുന്ന് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് കഴിക്കണമല്ലോ. ഇതിനെ ഇനി ഫില്ലിംഗ് റെഡിയാക്കണമെങ്കിൽ ലെറ്റസൊക്കെ വെച്ചു, ഇതിൽ തക്കാളി, ഉള്ളി എല്ലാം വെച്ചു. ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് ഫില്ലിംഗ് ഷാലോ ഫ്രൈ ആണ് ചെയ്തത്, ഡീപ്പ് ഫ്രൈ ചെയ്തില്ല. ഇതിൽ പനീർ ഗ്രേറ്റ് ചെയ്തിട്ടത് കൊണ്ട് ചീസൊന്നും ചേർത്തില്ല. വളരെ പ്രോട്ടീൻ റിച്ച് ആൻഡ് എന്താ പറയുക, നല്ല ബർഗറാണ്. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.